ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ അദ്ദർസു സാബിയ വൈശ്റൂൻ 27ാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? ലാമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചിത്രത്തിൽ? ബ്രിക്സ്, കട്ട അല്ലേ, ഇഷ്ടിക എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് ബ്രിക്സ്. അറബിയിൽ എന്ത് പറയും? ലെബിൻ, ലെബിൻ, ല, ലെബിൻ, ല, ലെബിൻ. ഇനി ലാമ് ഹർക്കത്ത് മാറി വരുന്ന അക്ഷരങ്ങൾ ഉച്ചാരണമൊക്കെ മനസ്സിലാക്കാം. ലഹ്ദുൻ, ലഹ്, ഹ്, ലഹ്ദുൻ. ലുത്ഫുൻ, ലു, ലുത്ഫുൻ. ലിസാനുൻ, ലിസാനുൻ, ലിസാനുൻ. ജിൽദുൻ, ജിൽദുൻ, ജിൽദുൻ. ലാ, ലു, ലി, ലുൻ, ബൽ. ലാ, ലു, ലി, ലുൻ, ബൽ. ലാബിസുൻ, ലാമിനെ നീട്ടുന്ന അലിഫ് കൊണ്ട്. ലാബിസുൻ, ലാബിസുൻ. ലാഇബുൻ, ലാഇബുൻ. ലാമും അലിഫും ചേർത്ത് എഴുതി. ഇവിടെയും ലാമും അലിഫും ചേർത്ത് എഴുതി. ഓക്കെ. ലാഇബുൻ. ബലാഉൻ, ബലാഉൻ, ബ, ലാഉൻ, ബലാഉൻ. ദലാലുൻ, ദലാലുൻ, ദലാലുൻ. നമുക്ക് ലാമിൻ്റെ എഴുത്ത് രീതി നോക്കാം. അപ്പോൾ ആദ്യം ഈ രീതിയിൽ എഴുതുന്ന ലാം അങ്ങനെ എഴുതാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ എഴുതാം. പിന്നെ ലാം അലിഫ്, ലാം അലിഫ് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ ഇടാം. എന്നിട്ട് അവിടേക്ക് അലിഫ് കൊണ്ടുവന്നിടാം. ലാം അലിഫ്. ഓക്കെ. ഇനി ഈ രീതിയിൽ ലാം അലിഫ് മനസ്സിലാക്കട്ടാ. ഇവിടെ ലാം ഇടുക, അലിഫ്, ലാം അലിഫ്, ലാം അലിഫ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത നെക്ര നമുക്ക് വായിക്കാം. ലി ബ ദുൻ, ലി ബ ദുൻ. തോ ല ബ, തൊലബ. ജഅല, ജഅല, ജഅല. ബദലുൻ, ബദലുൻ. ബിലാദുൻ, ബിലാദുൻ. ജുലൂദുൻ, ജുലൂദുൻ. ദലീലുൻ, ദലീലുൻ, ദലീലുൻ. ആലാഉൻ, 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 ആലാഉൻ. മനസ്സിലാക്കുക. ഇനി എന്താണ്? ഖുർആനിൽ ഈ ലാമുകൾ എഴുത്ത് രീതിയിൽ വരുന്ന 3 രീതിയിലും വരുന്ന ചില വേർഡ്സുകളാണ് നമുക്കിവിടെ വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ബി കൽബിൻ സലീം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൽ ലാമ് ഇവിടെ വന്നു. ഇടയിൽ വന്നപ്പോൾ ചെറിയ ലാമിട്ട് കണ്ടില്ല ഇവിടെ, അങ്ങനെ. പിന്നെ സലീമിൻ എന്നുള്ളിടത്ത് ഇവിടെയും ഇടയിലാണ്. അപ്പോൾ എഴുതിയ രീതി മനസ്സിലാക്കുക. പിന്നെ ഫസൊല്ലി അവസാനത്തിൽ വന്നപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് ഇട്ടത് ഫസൊല്ലി. പിന്നെ ലി റബ്ബി ആദ്യത്തിൽ വന്നപ്പോൾ അക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോൾ എഴുതിയ രീതി മനസ്സിലാക്കട്ടാ. ഫസൊല്ലി ലി റബ്ബിക വൻഹർ. ഇനി ഇതാ വലാ, ലാമിനെ നീട്ടണം. ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് വാവ്. അപ്പോൾ എഴുതിയ രീതി വലാ. ഹൗഫുൻ അലൈഹിം, ലാമോടെ ഇലയിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കുക. പിന്നെ വലാ, വലാഹും യഹ്സനൂൻ മനസ്സിലാക്കട്ടാ. പിന്നെ ഫലാ, ചേർത്ത് എഴുതാൻ പറ്റുന്ന ഒരു അക്ഷരം. അപ്പം അതിനോട് ചേർത്ത് അലിഫിനെയും കൂടി ചേർത്ത് ലാ എന്ന് നീട്ടാൻ. ഫലാ തക്ഹർ, ഫലാ തൻഹർ മനസ്സിലാക്കുക. ഇനി എന്താണ്? ചെറിയ വേർഡ്സുകൾ വന്നിട്ടുണ്ട് ഖുർആനിൽ നിന്നുള്ള. അപ്പോൾ അത് നമുക്ക് വായിക്കാം. എഴുതിയ ലാമ എഴുതിയ രീതിയും മനസ്സിലാക്കണം കേട്ടോ ഇതിൽ. ഓക്കെ. ബലദൻ,
ബലദൻ ബലദൻ ലാം ഇടയിൽ വന്നപ്പോൾ എഴുതിയ രീതി അതിനോട് ദാല് ചേർത്ത് എഴുതി. ബിബാബില ബിബാബില മനസ്സിലായില്ല അവസാനത്തിൽ എഴുതിയപ്പോൾ. ഓക്കെ. ഉസ്ലിഫത്ത് ഉസ്ലിഫത്ത് ലി അങ്ങനെ ആദ്യത്തിൽ വന്ന് ചേർത്ത് എഴുതിയത്. അടുത്തത് ഹൽക്കൻ ഹൽക്കൻ ഹൽക്കൻ. അടുത്തതാ ബലാഉൻ ബലാഉൻ ചേർത്ത് എഴുതിയ രീതി മനസ്സിലാക്കുക. ഹലാലൻ ഹലാലൻ ഹലാലൻ. അപ്പോൾ ഇവിടെ ചേർത്ത് എഴുതി. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ഖലീലൻ ഖലീലൻ ഖലീലൻ. ജുലൂദൻ ജുലൂദൻ ജുലൂദൻ. എൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. ലെബിൻ ബ്രിക്സ്. നുലവിൻ നിറം നൽകുക നുലവിൻ. അപ്പോൾ നമുക്ക് എഴുത്ത് രീതി പോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഇതിൽ റെഡ് കളർ കൊടുക്കാം, ഇതിൽ ഗ്രീനും കൊടുക്കാം. മനസ്സിലാക്കുക. ഇനി നർസും മുകളിലൂടെ എഴുതി പഠിക്കുക. ലാമിൻ്റെ എഴുത്ത് രീതി അക്ഷരത്തിൻ്റെ ആദ്യത്തിൽ എഴുതുമ്പോൾ വലുതാക്കി എഴുതുക, ഇടയിലാണ് എഴുതുന്നതെങ്കിൽ ചെറുതാക്കി എഴുതുക, അവസാനത്തിലാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെ താഴോട്ടാക്കിയിട്ട് ഇടുക. അതുപോലെ എഴുതി മനസ്സിലാക്കുക. ഓക്കെ. ഇനി നളവ് ദായറ വട്ടം വരയ്ക്കണം ലാമിന്. അപ്പോൾ ഇവിടെ ലുത്തുഫുൻ ആദ്യത്തിൽ വന്നു, ലുത്തുഫുൻ. ബലദുൻ ഇടയിൽ വന്നു, ഹബുലുൻ അവസാനത്തിൽ വന്നു, ബദലുൻ അവസാനത്തിൽ വന്നു. അപ്പോൾ ഇവിടെ ദാലിനോട് ചേർത്ത് എഴുതാത്തതുകൊണ്ട് വേറെ എഴുതി. മനസ്സിലാക്കുക. ഇനി ചതുരം വരയ്ക്കണം. മുറബ ചതുരാണ് വരയ്ക്കേണ്ടത് കേട്ടോ. മുറബ എന്ന് പറഞ്ഞാൽ ചതുരം. ലാമിന് ചതുരം. തലിദു ഇടയിൽ വന്നു. ഓക്കെ. ലബിദുൻ ഫസ്റ്റിൽ വന്നു. ഹില്ലുൻ ഹില്ലുൻ അവസാനത്തിൽ ഹില്ലുൻ. ഓക്കെ. തൂലുൻ വാവിനോട് ചേർത്ത് എഴുതാത്തതുകൊണ്ട് അങ്ങനെ എഴുതി തൂലുൻ. അടുത്തത് ഹുൽ ഉൻ ഹുൽ ഉൻ. ഓക്കെ. ഇതൊക്കെ എക്സാമിന് ഇതേപോലെ തന്നെ ചതുരം വരയ്ക്കാനും റൗണ്ട് വരയ്ക്കാനും വരും. അപ്പോൾ അത് ചതുരം റൗണ്ടൊന്നും മാറിപ്പോകരുത് കേട്ടോ. ഇനി എന്താണ് നുലവിന് ഖാനാത്തില്ലത്തി ഫിഹ ഫാ. ഇവിടെ മാറിപ്പോയതാണ് കേട്ടോ ഫാ. നമ്മൾ ഈ പാഠത്ത് പഠിക്കുന്നത് ലാമാണല്ലോ. അപ്പോൾ അത് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ ലാം എഴുതി കൊടുത്തിട്ട് താഴെ എന്താണ് ലാമിൻ്റെ കള്ളിയിൽ നിറം നൽകണം. നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ. ഇതിൽ ഫാ ഇല്ല. നമ്മൾ ഈ പാഠത്ത് പഠിക്കുന്ന അക്ഷരമാണ് ഇങ്ങനെ വരാറ്. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മാറിപ്പോയതാണ്. അപ്പോൾ ലാം ഇതിന് നിറം കൊടുക്കാം, ഇതിന് കൊടുക്കാം, ഇതിനും കൊടുക്കാം. ബാക്കി അക്ഷരങ്ങൾ ഏതാ? ത ലാം, ബ ലാം, കാഫ് ലാം. അപ്പോൾ ഇതിൽ ലാമുകൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലൊക്കെ നിറം കൊടുക്കുക. നമുക്ക് അതിലുള്ള അക്ഷരം കാണാൻ കഴിയുന്ന രീതിയിൽ വേണം നിറം കൊടുക്കാൻ. മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടോ. അടുത്തത് നുഫരിക്കുൽ ഹുറൂഫ് അക്ഷരങ്ങൾ വേർതിരിക്കണം. തോ ബ ലാം. അപ്പോൾ തോബലുൻ. അപ്പോൾ നമ്മൾ തോ എഴുതണം ഫസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ തോ എഴുതുന്ന രീതി. ഇടുക അലിഫ് ഇടുക തോ. പിന്നെ ബ ഒക്കെ വേർതിരിച്ച് എഴുതുക. ബ ബ് തോബ്. ലുൻ തോബ് ലുൻ. ഇനിയോ ലഹ്ദുൻ ലഹ്ദുൻ. അപ്പോൾ ഫസ്റ്റ് ലാം ല. പിന്നെ ഹ ചേർത്ത് എഴുതാത്തതിപ്പോൾ ഈ ഹ എഴുതണം. ലഹ് ദുൻ ലഹ്ദുൻ. പിന്നെ ജ ല സ ജലസ. ഫസ്റ്റ് ജീം. അപ്പോൾ ഇങ്ങനെ എഴുതണം. ജ ല സീന് ജലസ. ലു ത് ഫുൻ ലുത്ഫുൻ. ലു ത് ഫുൻ ലുത്ഫുൻ. അസ്ലുൻ അസ്ലുൻ ഐന്. ഫസ്റ്റ് ആ സായ് സ് ലുൻ. അപ്പം അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി നുലവി നിറം നൽകണം. അപ്പോൾ
ലാമ എഴുതുന്ന എഴുത്ത് രീതി നമ്മൾ പഠിച്ചിരുന്നില്ല. അതായിരുന്നു ഇത് ഇവിടുന്ന് ഇങ്ങനെ എഴുതുക, പിന്നെ അലിഫിടുക. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിറം നൽകട്ടോ. പിന്നെ ഈ ലാം, അപ്പോൾ അത് ബ്ലൂ, നമുക്ക് ഇത് പിങ്കും നിറം നൽകാം. ഇനി നിറസ് മുകളിലൂടെ അത് എഴുതി പഠിക്കാനാണ് ആ ലാം എഴുതുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരും എഴുതുക. ഇങ്ങനെ ഇവിടുന്ന് ഇടുക, ഇങ്ങനെ. ഓക്കെ, ഇത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ വേറെ എവിടെ എഴുതുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെ എഴുതണം. ഇതിൻ്റെ മേലെ കൂടെ മാത്രമല്ല കേട്ടോ. ഇനി നെക്തുബ് നമുക്ക് എഴുതാം. ജലാലുൻ, ജലാലുൻ. അപ്പോൾ താഴെ 3 കള്ളിയുണ്ട്, അവിടെ 1, 2, 3 അങ്ങനെ ഓർഡറുള്ളത് എഴുതുക. ജലാലുൻ, ബിലാലുൻ, ബിലാലുൻ, ദലാലുൻ, ദലാലുൻ, ജലാലുൻ, ബിലാലുൻ, ദലാലുൻ. അപ്പോൾ ഇവിടെ ഈ ലാമും ഇവിടെ ഈ ലാമും എഴുതാൻ കാരണം എന്താണ്? ഇവിടെ ഇതിനോട് ചേർത്ത് എഴുതിയ ലാമാണ്, ഇവിടെ ഒറ്റക്ക് എഴുതിയതാണ്. അപ്പോൾ എഴുതിയ രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. ദലാലുൻ, വിലാഉൻ, അതും അതേപോലെ തന്നെ ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് മുന്നേ. ഓക്കെ, വിലാഉൻ, ബലലുൻ, ബലലുൻ, ബലലുൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് എഴുതാൻ. അല്ലാതെ ഇത് എഴുത്ത് അക്ഷരങ്ങൾ പഠിക്കൽ മാത്രമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ഈ 27ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ വന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അക്ഷരങ്ങൾ ലാ, ലീ, ലു എന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ എഴുത്ത് രീതിയും ആദ്യത്തിൽ എഴുതുന്നതും അവസാനത്തിൽ എഴുതുന്നതും ഹർക്കത്ത് മാറുന്നതും ഒക്കെ മനസ്സിലാക്കി പഠിച്ച് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് പെട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.